ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നുള്ളത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിലെ സെൻറ്റൻസസ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ സെൻറ്റൻസ് എന്നുള്ളത്, സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ്, വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ക്ലോസ് എന്താണെന്നുള്ളത്. ഇത്രയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. നമുക്ക് നോക്കാം. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് എക്സ്പ്രസ്സസ് എ കംപ്ലീറ്റ് തോട്ട്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്, ഒരേ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്സ്പ്രസ്സസ് എ കംപ്ലീറ്റ് തോട്ട്. അത് ഒരു മീനിങ്ങും തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സെൻറ്റൻസ്. വെൻ എ സെറ്റ് ഓഫ് വേർഡ്സ് ആർ പുട്ട് ടുഗെദർ ടു കൺവേ എ മീനിങ്. കുറേ വേർഡ്സുകൾ തമ്മിൽ പുട്ട് ടുഗെദർ ഒന്നിച്ച് ചേർത്തിട്ട് അതിലൊരു മീനിങ് തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സെൻറ്റൻസ്. അല്ലാതെ വെറുതെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെൻറ്റൻസ് ആവില്ല, അത് സെറ്റ് ഓഫ് വേർഡ്സ് മാത്രമേ ആവുള്ളൂ. താഴത്തെ എക്സാമ്പിൾ നോക്കാം. മോഹൻ ഈസ് എ സയൻറ്റിസ്റ്റ്. ഇതിൽ നമുക്ക് 4 വേർഡ്സ് കാണാം. മോഹൻ ഈസ് എ സയൻറ്റിസ്റ്റ്. ഇത് 4ഉം ഒന്നിച്ച് കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. ആൻഡ് ഓൾസോ അതിലൊരു കൃത്യമായിട്ടുള്ള മീനിങ് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കിവിടെ ഈസ് സയൻറ്റിസ്റ്റ് എ മോഹൻ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തില്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സെൻറ്റൻസ്. പൂർണ്ണമായിട്ടുള്ള മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സെൻറ്റൻസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് നോക്കാം. ഒരു സെൻറ്റൻസിലെ 2 മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് ആണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്നുള്ളത്. ആദ്യം സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിമിംഗ് പാർട്ട് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ നെയിമിംഗ് പാർട്ട് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നുള്ളത് അതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അത് ഒരു പേഴ്സൻ്റെ നെയിം ആവാം, ഒരു പ്ലേസിൻ്റെ നെയിം ആവാം, ഒരു തിങ്ങിൻ്റെ നെയിം ആവാം. ഏതാണോ ഒരു സെൻറ്റൻസിലെ മെയിൻ പാർട്ട് അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന ഏത് വേർഡാണെങ്കിലും, അതായത് ഇപ്പോൾ നെയിമിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ പേര് മാത്രമല്ല. എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആ കുട്ടിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അതാണ് അതിൻ്റെ സബ്ജക്റ്റ്. അല്ലാതെ എക്സാക്റ്റ് നെയിം തന്നെ അതിൽ കൊടുക്കണം എന്നില്ല. അപ്പം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണോ ഒരു സെൻറ്റൻസ് പറയുന്നുള്ളത് അതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി സബ്ജക്റ്റ് അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. Predicate is that part of sentence which tells something about the subject. സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയുന്നുള്ള ബാക്കി ഏരിയനെ പറയുന്നതാണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത്. ഇനി നേരത്തെ എക്സാമ്പിൾ നോക്കാം. മോഹൻ ഈസ് എ സയൻറ്റിസ്റ്റ്. മോഹൻ ഒരു സയൻറ്റിസ്റ്റ് ആണ്. ഇവിടെ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്? മോഹനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. സോ മോഹൻ ഈസ് എ സബ്ജക്റ്റ് ആൻഡ് ഈസ് എ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് എക്സാമ്പിൾ. ആരെക്കുറിച്ചിട്ടാണോ പറയുന്നുള്ളത് അതാണ് സബ്ജക്റ്റ്, ബാക്കിയുള്ള പാർട്ടാണ് പ്രെഡിക്കേറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ വേർഡ് ഓർഡർ ആൻഡ് മീനിങ്, സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു അസർട്ടീവ് സെൻറ്റൻസസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്, ഇംപറേറ്റീവ് സെൻറ്റൻസസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അത് കൂടാണ്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആയിട്ടുള്ളതാണ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇത്രയാണ് മെയിൻ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്, അതായത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് വാട്ട് ഈസ് എൻ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് നോക്കാം. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്ലെയിൻസ് എ ഫാക്ട് ഓർ മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എൻ അസേർഷൻ. അതായത് ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ അതാണ് അസർട്ടീവ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇതിലൊരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് തരിക. ഏതെങ്കിലും ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നുള്ളതാണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. അസർട്ടീവ് സെൻറ്റൻസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. അസർട്ടീവ് സെൻറ്റൻസിൻ്റെ അവസാനം എന്തുണ്ടാവും? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ സാധാരണ കാണുന്ന കൂടുതൽ സെൻറ്റൻസും ഏതായിരിക്കും? അസർട്ടീവ് സെൻറ്റൻസിലാണ് വരിക. ഫോർ എക്സാമ്പിൾ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ഇതിൻ്റെ അവസാനം എന്തുണ്ടാവും? ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. ഇറ്റ് വാസ് ബൈ ദ എഡിറ്റിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, ഡൽഹി ഈസ് എ ക്യാപിറ്റൽ ഓഫ് അവർ കൺട്രി. അവസാനം എന്തുണ്ട്? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് നോൺ ആസ് അസർട്ടീവ് സെൻറ്റൻസ്. ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ ആണ് തരുന്നുള്ളത്.
അതായത് നമ്മുടെ കൺട്രീൻ്റെ ക്യാപിറ്റൽ എന്നുള്ളത് ഡൽഹിയാണ്. ഇവിടെ നമുക്കൊരു ഇൻഫർമേഷനാണ് തരുന്നുള്ളത്. സോ ഇൻഫർമേഷൻസ് തരുന്നുള്ള എല്ലാ സെൻറ്റൻസസും എന്താണ്? അസേർട്ടീവ് സെൻറ്റൻസസ് ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഇനി അടുത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനം എന്തുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇൻട്രോഗേറ്റീവിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇൻട്രോഗേറ്റീവ് 2 തരത്തിലാണ് പറയുന്നുള്ളത്. എസ് ഓർ നോ ഇൻട്രോഗേറ്റീവും WH ഇൻട്രോഗേറ്റീവും. എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എസ് ഓർ നോ ഇൻട്രോഗേറ്റീവിൻ്റെ ഉത്തരം എസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസസ് ആണ് എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ആർ യു ഹാപ്പി? ഇതിൽ നമുക്ക് ഇൻട്രോഗേറ്റീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അവസാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഇൻട്രോഗേറ്റീവ്. ആർ യു എന്ന് ചോദിച്ചാൽ നീ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ആൻസർ എന്തായിരിക്കും? എസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. സോ ദിസ് ഇസ് എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്. ക്യാൻ യു റൈറ്റ് വെൽ? ഇതിൻ്റെ അവസാനത്തിൽ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. സോ ഇൻട്രോഗേറ്റീവ് ആണ്. ക്യാൻ, നിനക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഇതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ എസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ ദിസ് ഇസ് നോൺ ആസ് എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്. അടുത്തതാണ് WH ഇൻട്രോഗേറ്റീവ് എന്നുള്ളത്. ഇത് ഈ ക്വസ്റ്റ്യൻസിൽ WH ഇൻട്രോഗേറ്റീവിൽ അതിൻ്റെ ആദ്യത്തിൽ ഒന്നെങ്കിൽ WH എന്ന് തുടങ്ങുന്നുള്ള വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹൂ, വാട്ട്, വെയർ, ഹൂസ്, വിച്ച്, വെൻ, ഹൗ, എക്സെട്ര. ഇതുപോലുള്ള വേർഡ്സ് നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് WH ഇൻട്രോഗേറ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, വട്ട് ഈസ് യുവർ നെയിം? ഇതിൽ ഇൻട്രോഗേറ്റീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആദ്യത്തിൽ എന്തുണ്ട്? WH എന്ന് തുടങ്ങുന്ന ഒരു വേർഡ് ഉണ്ട്. സോ ദാറ്റ് ഈസ് WH ഇൻട്രോഗേറ്റീവ്. അടുത്ത എക്സാമ്പിൾ, വെർ ആർ യു സ്റ്റഡിയിങ്? നീ എവിടെയാണ് പഠിക്കുന്നുള്ളത്? അപ്പോൾ വെയർ എന്നുള്ളത് എന്താണ്? WH എന്ന് തുടങ്ങുന്നുള്ള വേർഡാണ്. അവസാനത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സോ ദിസ് ഇസ് WH ഇൻട്രോഗേറ്റീവ്. അപ്പം ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ള എല്ലാ സെൻറ്റൻസസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ആണ്. അതിൽ 2 തരത്തിലുണ്ട്, എസ് ഓർ നോ ഇൻട്രോഗേറ്റീവും WH ഇൻട്രോഗേറ്റീവും. എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. WH ഇൻട്രോഗേറ്റീവിൻ്റെ ആദ്യത്തിൽ, സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ WH എന്ന് തുടങ്ങുന്നുള്ള വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ വിച്ച് മേക്സ് എ കമാൻഡ് അല്ലെങ്കിൽ ഒരു വിഷ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് തരുന്നുള്ളതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരാൾ കമാൻഡ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷ് ചെയ്യുന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നുള്ളതോ ആണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ഔട്ട് ഓഫ് ദ റൂം. റൂമിൽ നിന്ന് പുറത്തു പോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമാൻഡ് കൊടുക്കുന്നുള്ളതാണ്. ഇതെന്താണ്? ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ് ഹെൽപ്പ് മീ ടു ക്ലീൻ ദ റൂം. ഈ റൂം ഒന്ന് ക്ലീൻ ആക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുള്ളത് എന്താണ്? റിക്വസ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, റിക്വസ്റ്റ് എപ്പോഴും വരുമ്പോഴത്തേക്ക് ആദ്യത്തിൽ പ്ലീസ് ആണ് വരാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് റിക്വസ്റ്റ് കൊടുക്കുന്നുള്ളത്. റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ് അതിനെ പറയുക. സോ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് വിച്ച് മേക്സ് എ കമാൻഡ്, വിഷ് ഓർ റിക്വസ്റ്റ് ഈസ് നോൺ ആസ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഇനി ഫോർത്ത് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ സഡൻ ഉണ്ടാവുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ്, ആ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സെൻറ്റൻസാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കാൻ ഏറ്റവും അവസാനത്തിലൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം, വാട്ട് എ ഹ്യൂജ് ബിൽഡിംഗ്. ഇതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. സോ ദിസ് ഇസ് എൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓ വാട്ട് എ നൈസ് ഐഡിയ. ഓ എന്നുള്ളതാണ് എക്സ്ക്ലമേറ്ററി വേർഡ് എന്നുള്ളത്. ഈ ലാസ്റ്റുള്ള എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് ഇതെന്താണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇതാണ് നാലാമത്തേത്. അടുത്തതായി നമ്മൾ നോക്കുന്നുള്ളതാണ് സിമ്പിൾ, compound and complex sentences based on the clause structure. ക്ലോസ് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്ലോസ് എന്നുള്ളത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റും ഉണ്ട്, പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ
ആരെക്കുറിച്ചിട്ടാണോ പറയുന്നുള്ളത് ആ ഒരു സെൻറ്റൻസിൽ അതാണ് സബ്ജക്റ്റ്. ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുള്ള ബാക്കി പാർട്ടാണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. സോ ക്ലോസസ് ആർ ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പിലുണ്ട്, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് വിച്ച് കണ്ടെയ്ൻസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ മെയിൻ ഐഡിയയാണ് പറയുന്നുള്ളത് എങ്കിൽ ഇറ്റ് ഈസ് എ മെയിൻ ക്ലോസ്. മെയിൻ ആയിട്ടുള്ള സംഭവം പറയുന്നുള്ളതാണ് എങ്കിൽ ദാറ്റ് ഈസ് എ മെയിൻ ക്ലോസ്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ക്ലോസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ്. അതിനൊരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ടാവില്ല, ബട്ട് അതെന്തായിരിക്കും, ഡിപ്പെൻഡ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ ക്ലോസ് ടു കൺവേ കംപ്ലീറ്റ് തോട്ട്. അത് മറ്റതിനോട് ചേർന്നിട്ടുള്ളതായിരിക്കും, ടു ഗീവ് എ കംപ്ലീറ്റ് മീനിങ്. ഫോർ എക്സാമ്പിൾ, when it rained they stopped playing. when it rained they stopped playing. മഴ വന്നപ്പോൾ they stopped playing. അവർ കളിക്കുന്നത് നിർത്തി. ഇതിൽ 2 ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 2 ക്ലോസ് ആണുള്ളത്. ദ ഫസ്റ്റ് ക്ലോസ് ഈസ് when it rained. ദ സെക്കൻഡ് ക്ലോസ് ഈസ് they stopped playing. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസ് എന്ന് പറഞ്ഞാൽ 2 സംഭവങ്ങൾ അതിലുണ്ടാവും. ഒന്ന് സബ്ജക്റ്റ് ഉണ്ടാവും, രണ്ടാമത്തേത് പ്രെഡിക്കേറ്റ് ഉണ്ടാവും. അപ്പം ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഉണ്ടാവും, പ്രെഡിക്കേറ്റും ഉണ്ടാവും. അപ്പം ഈ എക്സാമ്പിൾ നോക്കാൻ പോകുന്നുള്ളത് 2 ടൈപ്പ് ഓഫ് ക്ലോസ് ഉണ്ട്. ഒന്ന് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. അപ്പം ഏതാണ് മെയിൻ ക്ലോസ്, ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് നോക്കാൻ പോകുന്നുള്ളത്. when it rained എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതായത് when it rained, മഴ പെയ്തപ്പോൾ എന്നാണ് പറയുന്നുള്ളത്. അതിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല. ഇതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. they stopped playing. അവർ കളിക്കുന്നത് നിർത്തി. ഇതിലൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അവർ കളിക്കുന്നത് നിർത്തി, ഇതൊരു കംപ്ലീറ്റ് മീനിങ് തരുന്നുള്ളതാണ്. സോ ദിസ് ഇസ് നോൺ ആസ് മെയിൻ ക്ലോസ്. ആൻഡ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ഇതിനെ പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മളെ ക്ലോസിനെ പറ്റി പറയാനുള്ളത്. 2 ക്ലോസ് ഉണ്ടാവും, മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഐഡിയ തരുന്നുണ്ട് ആൻഡ് കംപ്ലീറ്റ് മീനിങ് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മെയിൻ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിന്നിട്ടുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് വാട്ട് ഈസ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് നോക്കാം. is clause which contains the main idea of that sentence. അതായത് ഒരു ക്ലോസ് അതിൻ്റെ മെയിൻ ഐഡിയ അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് ക്ലോസ് ആണ് ഇവിടെ ഉണ്ടാവുക, മെയിൻ ക്ലോസ് ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, അപ്പം ആ ഒരു സെൻറ്റൻസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ്ങും അത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, 2 ക്ലോസ് ആണ് നമ്മൾ പറഞ്ഞത്, സബോർഡിനേറ്റും മെയിൻ ക്ലോസും. അപ്പം സിമ്പിൾ സെൻറ്റൻസിൽ ആകെ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മെയിൻ ക്ലോസിന് എന്തുണ്ടാവും, കംപ്ലീറ്റ് മീനിങ്ങും കൂടി ഉണ്ടാവും. അപ്പം സിമ്പിൾ സെൻറ്റൻസിൽ എന്തുണ്ടാവും, ഫുള്ളായിട്ടുള്ള മീനിങ് ഉള്ള സെൻറ്റൻസാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അസർട്ടീവ് സെൻറ്റൻസ് തന്നെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, രാധ ഈസ് എ സ്മാർട്ട് ഗേൾ. രാധ എന്താണ്, ഒരു സ്മാർട്ട് ഗേൾ ആണ്. ഇതിൽ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, രാധയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രാധ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്നുള്ളത്. ഈസ് എ സ്മാർട്ട് ഗേൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് എന്നുള്ളത്. അപ്പം ഇതാണ് ഒരു ക്ലോസ് എന്നുള്ളത്. അപ്പം ഇവിടെ ആകെ ഉള്ളത് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഇവിടെ ഉള്ളൂ, സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. അപ്പം ഇതിനൊരു കംപ്ലീറ്റ് മീനിങ്ങും കിട്ടുന്നുണ്ട്. സോ ദിസ് ഇസ് നോൺ ആസ് മെയിൻ ക്ലോസ് ആൻഡ് ഇറ്റ് ഈസ് സിമ്പിൾ സെൻറ്റൻസ്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഡിഡ് ഷീ അറൈവ് എസ്റ്റർഡേ. അവൾ ഇന്നലെ അറൈവ് ചെയ്തോ എന്ന് ചോദിക്കുന്നുള്ളത്. ഇതും എന്താണ്, ഇതിലും ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ സിമ്പിൾ സെൻറ്റൻസ്. അടുത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 2 or more മെയിൻ ക്ലോസസ്. മെയിൻ ക്ലോസ് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഓൾസോ ഇതിൻ്റെ ക്ലോസസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി ജോയിൻഡ് ബൈ conjunctions like and, but, or, etc. ഇതിൽ 2 ക്ലോസസ് ഉണ്ടാവും. ആ 2 ക്ലോസിനെയും കണക്ട് ചെയ്തിട്ടുള്ള കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. രാധ വെൻറ്റ് ടു ദ ബുക്ക് സ്റ്റോൾ ആൻഡ് ബോട്ട് സം ന്യൂ ബുക്സ്. രാധ ബുക്ക് സ്റ്റോളിലേക്ക് പോയി. ബോട്ട് സം ന്യൂ ബുക്സ്, പുതിയ ബുക്കുകൾ വാങ്ങിച്ചു.
ഇവിടെ രണ്ടിനും കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. രാധ വെന്റ് ടു ദ ബുക്ക് സ്റ്റാൾ. രാധ ബുക്ക് സ്റ്റാളിലേക്ക് പോയി. ഇതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. സോ ദിസ് ഇസ് ദ മെയിൻ ക്ലോസ്. ബോത്ത് സം ന്യൂ ബുക്സ്. ഇതിനും എന്തുണ്ട്? കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. സോ ഇതും എന്താണ്? മെയിൻ ക്ലോസ് ആണ്. ഇവിടെ എന്തില്ല? സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. ഈ രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ആൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്നുള്ളത് കൺജങ്ഷൻ ആണ്. അപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺജങ്ഷൻ യൂസ് ചെയ്തു, രണ്ട് മെയിൻ ക്ലോസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് നോൺ ആസ് കോമ്പൗണ്ട് സെൻറ്റൻസ്. മൂന്നാമത്തേതാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. ഇതിന് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 or more സബോർഡിനേറ്റ് ക്ലോസ്. രണ്ടോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സെൻറ്റൻസ് വിത്ത് കംപ്ലീറ്റ് മീനിങ് ആയിരിക്കും, ബാക്കിയുള്ള 2 or അതിൽ കൂടുതലുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ആസ് ഷീ വാസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, ഷീ ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. അവൾ ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് അവൾ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. ഇതിലെന്താണ്? ഇതിലെന്തില്ല? കംപ്ലീറ്റ് മീനിങ് ഇല്ല. ഇതിലെന്തുണ്ട്? കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അപ്പം എന്ത് ശ്രദ്ധിക്കുക? കംപ്ലീറ്റ് മീനിങ് ഉള്ളതാണ് മെയിൻ ക്ലോസ് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ മെയിൻ ക്ലോസ് ഏതായിരിക്കും? ഇതാണ് മെയിൻ ക്ലോസ്. അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? രണ്ടോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. ആസ് ഷി വാസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, അവളൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. അപ്പം ഇതെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പം ഇതിനെ പറയുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്നുള്ളത്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എന്നല്ല, അതിൻ്റെ കൂടെ തന്നെ രണ്ടോ അതിൽ കൂടുതലോ രണ്ടോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവുന്നുള്ളതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അഫർമേറ്റീവ് സെൻറ്റൻസസ്, അതായത് ഉറപ്പിച്ചിട്ടുള്ള സെൻറ്റൻസസ് ആണ് പോസിറ്റീവ് സെൻറ്റൻസസ്. അതിലെന്തുണ്ടാവില്ല? നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവില്ല. പോസിറ്റീവ് സെൻറ്റൻസസിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവില്ല. ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? ഫോർ എക്സാമ്പിൾ, നോട്ട്, നോ, നെയ്തർ, നോട്ട് അറ്റ് ഓൾ. ഇതൊക്കെയാണ്. അതായത് ശ്രദ്ധിച്ചാൽ മതി, NO വരുന്നുള്ള ആ ഒരു വേർഡ്സൊക്കെ എന്ത് വരും? പോസിറ്റീവ് വേർഡ്സിൽ വരും. ഇതൊക്കെ ഇല്ലാത്ത വേർഡ്സ് സെൻറ്റൻസിനെയാണ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇനി ഇതൊക്കെ ഉള്ള സെൻറ്റൻസ് ആണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ തീഫ്, അവനൊരു കള്ളൻ ആണ്. ഇതിലെന്തില്ല? നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് ഇല്ല. സോ ദിസ് ഇസ് പോസിറ്റീവ് സെൻറ്റൻസ്. ഹീ ഈസ് നോട്ട് എ തീഫ്. നോട്ട് എന്നുള്ളത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡാണ്. സോ ദിസ് ഇസ് എ നെഗറ്റീവ് സെൻറ്റൻസ്. ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസിൽ പഠിക്കാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ. താങ്ക് യു ഓൾ. ബൈ.